ഹലോ നമസ്തേ. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? ഇന്ന് ഞാൻ നമ്മളുടെ വീട്ടിലെ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു 10 ടൈപ്പ് ചീരകളെ കുറിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ കാണുന്ന ചീര തണ്ട് ചീര എന്ന് പറയും. നല്ല ഇലയും നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ ഇലയ്ക്ക്. ഇത് വന്നിട്ട് സാമ്പാർ ചീരയാണ്. ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ പിടിപ്പിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. ശരിക്കും യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര ഇതല്ല, തമിഴ്നാട്ടിലേക്ക് വേറെയാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാവരും ഇതാണ് പൊന്നാങ്കണ്ണി ചീര എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പൊന്നാങ്കണ്ണി ചീര. ഇതൊരു കുഞ്ഞ് 1-2 തണ്ട് വെച്ചാൽ മതി, അവിടെ മുഴുവൻ പെട്ടെന്ന് സ്പ്രെഡായി പിടിച്ചോളും. ഇനി വരുന്നതാണ് നമ്മളുടെ അഗസ്തി ചീര എന്നൊക്കെ പറയും. ഇത് അഗസ്തി ചീരയുടെ ചുവന്ന കളറാണ്, റെഡ് പൂക്കളാണ് ഉണ്ടാവുക. ഇതിൻ്റെ പൂവും മേലെയൊക്കെ നന്നായിട്ട് നമുക്ക് തോരൻ വയ്ക്കാൻ, കറി വയ്ക്കാനൊക്കെ പറ്റും. പിന്നെ ഇത് തൈറോയിഡിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പൗഡറൊക്കെ ആമസോണിലും മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, അഗസ്തി ചീരയുടെ പൗഡർ. ഇനി കാണുന്നതാണ് നമ്മുടെ വള്ളിച്ചീര എന്ന് പറയുന്ന ചീര. ഇത് കറികൾക്കൊക്കെ കൊഴുപ്പ് കൂട്ടാൻ, ഏത് കറിയുടെ കൂടെ ഒരു 2-3 ലീഫ് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. പിന്നെ ഇതിൽ ധാരാളം അയൺ കണ്ടൻറ്റ് ഉള്ളതാണ്, ധാരാളം പ്രോട്ടീനൊക്കെ ഉള്ളൊരു ചീരയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പിൾ കളറും ഉണ്ട്. ഇതാണ് നമ്മളുടെ ഡയബറ്റിക് ചീര, വേലിച്ചീര എന്നൊക്കെ പറയുന്ന ചീര ഇതാണ്. ഇതും നമ്മുടെ മുട്ടയുടെ കൂട്ടിട്ടിട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ പരിപ്പിട്ടിട്ട് നമുക്ക് കറി നന്നായിട്ട് വെക്കാൻ പറ്റും. ഇതും കൊണ്ട് നല്ല ടേസ്റ്റുള്ള കറി ആയിരിക്കും ഇതുകൊണ്ട് പരിപ്പിട്ടിട്ട് വെച്ചാൽ. നിങ്ങൾ ആരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെന്നെങ്കിൽ ഒരു പ്രാവശ്യം അങ്ങനെ കറിയൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റാണ്. ഇനി കാണുന്നതാണ് നമ്മളവിടെ കണ്ട വള്ളിച്ചീരയുടെ ചുമന്ന തണ്ടായിട്ടുള്ള ചീരയാണ് ഇത്. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം രണ്ടും ഒരേപോലെ തന്നെയാണ്. ഇതിൻ്റെ ലീഫിന് കുറച്ച് കട്ടി ഉണ്ടായിരിക്കും. രണ്ടിനും, പച്ചയ്ക്കും ഇതിന് ലീഫിന് കുറച്ച് കട്ടിയുള്ളതാണ്. തോരൻ വയ്ക്കാനും നമുക്ക് കറിയൊക്കെ വയ്ക്കാനൊക്കെ നല്ലതാണ്. തോരൻ വയ്ക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വയ്ക്കണം. ഈ കാണുന്നതാണ് നമ്മുടെ ചായ മനസ എന്ന് പറയുന്ന ചീര. ഇത് എല്ലാവരും പറയുന്നുണ്ട് നല്ല ചീരയാണ് എന്നുള്ളതൊക്കെ. നമ്മളുടെ നാട്ടിൽ വന്നിട്ട് അധികം സമയമായിട്ടില്ല ഇത്. ഈ കാണുന്നതാണ് മണിത്തക്കാളി എന്ന് പറയുന്നത്. കണ്ടോ, മണിത്തക്കാളി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഇതിന് കുടലിലെ പുണ്ണിനും പറ്റുന്നതാണ്, വായപ്പുണ്ണ് അങ്ങനെയുള്ള അതിനെല്ലാം പറ്റുന്നതാണ് ഈ മണിത്തക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. അതുകൊണ്ട് തോരൻ വയ്ക്കുന്നത്. ഈ കാണുന്ന ചീരയാണ് നമ്മളുടെ സൗഹൃദ ചീര എന്ന് പറയുന്നത്. സൗഹൃദ ചീര ഇത് ആൾക്കാരെ മുറ്റത്തൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ലീഫിൻ്റെ തന്നെ ഭംഗിയാണ്. അതേപോലെ ഇത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ വെക്കാറുണ്ട്. കറി വെക്കാനും പരിപ്പ് കൂടെ കറി വെക്കാനും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ചെടികളെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേപോലെ വെക്കാൻ പറ്റുന്ന ചെടികളാണ്. നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചീര പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് ചീരയുടെ ഇതെല്ലാം അറിയുമല്ലോ, അത്രയും മാത്രം കെമിക്കൽ ചേർത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി കാണുന്നതാണ് ചീരച്ചേമ്പ് എന്ന് പറയുന്ന ചേമ്പ്. ഇതും കറി വയ്ക്കാം, നന്നായിട്ട് തോരൻ വയ്ക്കാം. പരിപ്പിട്ടിട്ട് കറിയൊക്കെ വെച്ച് നല്ല ടേസ്റ്റിയാണ്. തേങ്ങയൊക്കെ ചേർത്ത് തോരൻ വെച്ചാൽ അതിലേറെ ടേസ്റ്റ്. അപ്പോൾ ഈ കാണിച്ച ചീരകളെല്ലാം തന്നെ നിങ്ങളുടെ വീട്ടിൽ മഴക്കാലത്തും വേനൽക്കാലത്തും നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് നേരം ഒരു ദിവസം ഇതിനു വേണ്ടി സമയം കൊടുത്താൽ നല്ല ചീര നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.